ആദ്യത്തെ 4 എവിക്ഷൻസിൽ എനിക്ക് റാഷ ഒഴിച്ച് ബാക്കി 3 ഫെയർ ആയിട്ട് തന്നെയാണ് കേട്ടോ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇവർ പോകുന്ന സമയത്ത് അവരുടെ ഒരു സങ്കടം കാണുന്ന സമയത്ത് സ്വാഭാവികം അയ്യോ പാവം എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ആളുകളെ പറഞ്ഞു വിടുക എന്ന് പറയുന്നത് നിർബന്ധമാണ്. പ്രത്യേകിച്ച് ആ ഒരു ബിജു എന്ന് പറയുന്ന ആ ചേട്ടൻ ലാസ്റ്റ് എൻ്റെ ബിഗ് ബോസ് ഇവിടെ കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അയ്യോ പാവം അവസരം കിട്ടിയിരുന്നെങ്കിൽ. പക്ഷെ അങ്ങനെ കരുതുന്നതിൽ ഒരു അർത്ഥമില്ല. കാരണം ആളുകളെ പറഞ്ഞു വിടുക എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ആ റാഷ എന്ന് പറയുന്ന പെൺകുട്ടി, അതാണ് കുറച്ചും കൂടി നമുക്ക് കൂട്ടത്തിൽ ഇയാളൊരു ബേബി മെറ്റീരിയലാണ് എന്നൊരു ഫീൽ നമുക്ക് ചെറുതായിട്ട് അവരുടെ സംസാരത്തിനൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കാര്യത്തിൽ എനിക്ക് തോന്നിയത് ആ ഒരു മറ്റേ പെൺകുട്ടി ആൽഫിയ എന്ന് പറയുന്ന പെൺകുട്ടിയാണ് പറഞ്ഞു വിടാൻ അവർ നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു ലാസ്റ്റ് ചോദിച്ച 1-2 ചോദ്യങ്ങൾ, അതിന് ഇവർ നൽകിയ മറുപടി, അതൊക്കെയാണ് അവരെ പുറത്താക്കുന്നതിലോട്ട് നയിച്ചത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ജഡ്ജസ്, അതുപോലെ തന്നെ ബിയുടെ പാനൽ ബാക്കിൽ നമ്മൾ കാണാത്തവർ, അവരുടെ ഡിസിഷൻ അനുസരിച്ചാണ് ഇത് പുറത്തു പോകുന്നത്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു അവർ കുറച്ചുകൂടി ജെന്യുവൻ ആയിട്ടുള്ള ആളുകളെയാണ് നോക്കുന്നതെന്ന് തോന്നുന്നു. അതായത് ഒരു തരത്തിലും ആ ഒരു സിറ്റുവേഷന് എങ്ങനെയാണ് നോർമലി ജെന്യുവൻലി ഒരാൾ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതിനപ്പുറം അവിടെ ഒരു സീൻ ഉണ്ടാക്കാൻ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ, അങ്ങനെ ഒരു ഓവറായിട്ട് കോൺഫിഡൻസ് കാണിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് പിടിച്ച് പുറത്തിടാൻ തോന്നുന്നു.